ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയല്ലേ, അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണല്ലോ അല്ലേ. അപ്പോൾ ആ പൂക്കളിടുന്നതും പിന്നെ കുറച്ച് വീട്ടുവിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലെ ഞാൻ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ ചുക്കുവെള്ളം മാത്രം ചൂടാക്കി വേഗം കുളിക്കാൻ പോയിട്ടോ. പൂവിടണമല്ലോ, അപ്പോൾ ഞാൻ വേഗം കുളിച്ച് വന്നു. അപ്പോൾ മോനേട്ടനാട്ടോ പൂ പറിച്ച് വെച്ചത്. എന്നുവെച്ചാൽ വലിയ പൂവൊന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള മുറ്റത്തുള്ള നാടൻ പൂക്കളൊക്കെ കൂടെ എടുത്തിട്ട് ഒരു പൂ വെക്കണം. എനിക്ക് വാങ്ങുന്ന പൂവിടാൻ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. അതിനിടയിൽ ഞാൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു ആൺകുട്ടി ഉണ്ട്, ഒരു ചെറിയ മോനുണ്ട്, അവനിടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനോടൊരു താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം പിന്നെ മിനു പൂവിടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പരീക്ഷയായിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് പരീക്ഷ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പൂവിടാനൊക്കെയാണ് എന്നെ മുൻഗണന കൊടുത്തത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ അത് കഴിഞ്ഞ് പൂവൊക്കെ ഇട്ട് വന്ന് ഞാൻ എന്ത് ചെയ്തു, അകത്തേക്ക് വന്നിട്ട് മോഹനേട്ടനെ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് ഇന്ന് തുടക്കം. കാരണം തിരക്കില്ല, വിൻകുട്ടൻ ഒരു 10:30 ആകുമ്പോഴേക്കേ പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ചോറൊക്കെ ഉച്ചയാകുമ്പോഴേക്കല്ലേ വേണ്ടു, അപ്പോൾ തിരക്കൊന്നുമില്ലല്ലോ. പിന്നെ ദോശയാണ്, പിന്നെ പിന്നെ ഒരു കറി വെക്കണം. ഇതിന് ദോശയ്ക്ക് അത്രയൊക്കെ ചെറിയ ചെറിയ പണികളല്ലേ ഉള്ളൂ. അപ്പോൾ 7 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 7 ഞാൻ അമ്മേനെ ഫോൺ ചെയ്തുകൊണ്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോഹനേട്ടനുള്ള ചായ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിനിടയിൽ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ തുടക്കം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടെ ഒരു തട്ടിക്കൂട്ട് കറി കേട്ടോ, ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട്, കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടേ. ഈ ഒരു കറി ഞാൻ കൂട്ടിയത് ഇവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ മോഹനേട്ടൻ്റെ അമ്മയാണ് ഇങ്ങനെ ഈ ഒരു കറി വെക്കുന്നത് കണ്ടത്. ഒരു ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കും കേട്ടോ, എപ്പോഴൊന്നുമില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ എല്ലാ ഉള്ളിയും തക്കാളിയൊക്കെ കുനുകുന അരിയണം കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വലുതാക്കി ഇടാൻ പറ്റില്ല, ഒക്കെ കുനുകുന അരിഞ്ഞിട്ട്. പിന്നെ പച്ചമുളകും അതുപോലെ ചെറുങ്ങനെയാണ് കേട്ടോ നമ്മൾ അരിയുക. പിന്നെ പെട്ടെന്നാവും ചെയ്യും. ഒരു പുളിയില്ലാത്ത ദോശയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനിയിപ്പോൾ പുളിയുള്ള ദോശ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചീനച്ചട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാനിടുക. അപ്പോൾ കടുക് പൊട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഉള്ളി വഴറ്റാനിട്ടു. ഉള്ളി ഒന്ന് നല്ലോണം അധികം വഴന്ന് വരുമൊന്നും വേണ്ട, ചുവന്ന കളറോ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി, ഒന്ന് വേവ് അത്ര തന്നെ. പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ലല്ലോ, പച്ചമുളകല്ലേ നമ്മൾ ഇട്ടത്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റി വരും കേട്ടോ. ഇതിൽ ശരിക്കും ഗരം മസാല ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ വെച്ചിട്ട് ഗരം മസാല ഇട്ടാണ്. ഗരം മസാല ഇടാതെയാണ് ഇതിൻ്റെ ശരിക്കും യഥാർത്ഥ ടേസ്റ്റ്, ഗരം മസാല ഇടാതെയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ തക്കാളിയും കൂടെ, പിന്നെ ചെറുങ്ങനെയാണല്ലോ എല്ലാം അരിഞ്ഞത്, അതുകൊണ്ട് വേഗം തന്നെ എല്ലാം വെന്ത് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ചേർത്തു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ് കേട്ടോ. പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അരിക്ക് വെള്ളം വെച്ചു കേട്ടോ. ഭക്ഷണം കഴിക്കാനായില്ല, എല്ലാവരും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാവരും ഓരോ വഴിക്ക് പോയിട്ടാണ്. വിൻകുട്ടനാണെങ്കിൽ പനിയും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അവൻ, അതുകൊണ്ടൊരു ഉഷാറില്ല കുട്ടിക്ക്. അപ്പോൾ ഞാൻ എന്ത് അരി അടുപ്പത്തേക്ക് ഇട്ടു. അതിനുശേഷം ഉച്ചയ്ക്ക് കർമൂസ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിൻകുട്ടൻ പോകുന്നതിന് മുമ്പേ ചോറും കൂട്ടാനൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ അവൻ എന്ത് ചെയ്തു, കുറച്ച് ചോറ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, രസമായതുകൊണ്ട്. ഇത് കഴിക്കുമോയെന്നറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും വേഗം കൂട്ടാനാക്കിയേക്കാം, ചോറ് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പച്ചടിക്ക് അടുപ്പത്തേക്ക് വെച്ചു. അതിനുശേഷം കർമൂസ അടുപ്പത്തേക്ക് വെച്ചു. അതിനുശേഷം അരി തിളച്ചപ്പോൾ അങ്ങോട്ട് വാങ്ങി വെച്ച് അതിനുശേഷം എന്ത് ചെയ്യാണ്, ദോശേൻ്റെ പണി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ്. ആദ്യത്തെ ദോശ വിനുക്കുട്ടനാണ് ഉണ്ടാക്കുന്നത്. മോഹനേട്ടൻ കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ വിനുക്കുട്ടൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ വിനുക്കുട്ടന് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അവൻ കഴിക്കുന്നേ ഇല്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഇത്തിരി എന്തെങ്കിലും കുറച്ച് കൊടുത്താൽ മതി മതി പറയും. ഒരു ദോശ പോലും കഴിക്കാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവന് ദോശ കൊടുക്കുകയാണ് കേട്ടോ. ഈ കറി കണ്ടില്ലേ, നല്ല കറി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി. പിന്നെ ദോശയും പിന്നെ വെള്ളവും അവനോട് എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോഹനേട്ടൻ വന്ന് മോഹനേട്ടനും ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷമാണ് എനിക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഞാനും ഗോതമ്പ് ദോശ കഴിക്കുകയാണ്. വിനുക്കുട്ടൻ അവിടുന്ന് ക്ലാസ് കാണും കേട്ടോ, TV കാണുമല്ല, അപ്പോൾ ക്ലാസ് കാണാം. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ വന്നിട്ട്
കുറച്ച് നേരം ആ ക്ലാസ് കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി കലാപരിപാടി ഉണ്ടല്ലോ, ആ സമയം വരെയുള്ള പാത്രങ്ങളൊക്കെ കഴുകുക. പിന്നെ ആ പാത്രങ്ങളൊക്കെ തേച്ചു, പിന്നെ അതെല്ലാം കഴുകി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസും സ്റ്റൗവും ഒക്കെ ഒന്ന് തുടയ്ക്കുക. അത് പിന്നെ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണമല്ലോ. വിനു കണ്ടില്ലേ യൂണിഫോമിൻ്റെ പാൻസും വേറൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പോകാനായിട്ടൊന്നുമില്ല, ആ സമയം അത്രേ ആയിട്ടുള്ളൂ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 9, 9:15 ആയിട്ടേ ഉള്ളൂ. 10:30 ആകുമ്പോഴേക്കേ പോകണ്ട. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നല്ലോണം വെന്ത് വന്നു. അപ്പം ഞാൻ അത് എന്ത് ചെയ്യാണ്, അത് വാർത്ത് വെക്കുകയാണ് കേട്ടോ. ചോറിൻ്റെ ആ കഞ്ഞിവെള്ളമൊക്കെ വാർത്ത് വെക്കുകയാണ്. അപ്പോഴേക്ക് കൂട്ടാൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ചട്ടിയിലേക്ക് അത് ആക്കി കേട്ടോ. ചട്ടിയിലാക്കി ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഗ്യാസൊക്കെ കത്തിച്ച് റെഡിയാക്കാണ് കേട്ടോ. ആ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, വെണ്ടക്ക അരിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് വെണ്ടക്ക ഉപ്പേരിയും പച്ചടി, തക്കാളി പച്ചടി ഇത്രയേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ഉപ്പേരി, ഇത്രയല്ലേ വേണ്ടൂലേ. എന്താ ഉണ്ടാക്കേണ്ടത്, ദിവസം എന്താ ഉണ്ടാക്കേണ്ടത്? ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും, എനിക്കും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും വേണ്ട. അപ്പോഴേക്ക് വിൻകുട്ടൻ ഒക്കെ റെഡി ആയിട്ടോ, യൂണിഫോമൊക്കെ ഇട്ട് അവൻ ആൾ റെഡി ആയിട്ടുണ്ട്. സമയമാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതും കൂടെ ആക്കി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഞാൻ നിന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം നായ്ക്കളൊക്കെ ഉണ്ടെങ്കിൽ അവന് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഇടവരെ അവനെ കൊണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ ചോറൊക്കെ അരിയൊക്കെ വറുത്തപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. കൂട്ടാൻ അപ്പോഴേക്ക് റെഡിയായി. കൂട്ടാൻ വറവിട്ടു. പച്ചടിയാണ് കേട്ടോ, കർമൂസ കൊണ്ട് പച്ചടിയാണ് കേട്ടോ, കടുകൊക്കെ അരച്ചിട്ടുള്ള പച്ചടി. പിന്നെ ഉപ്പേരിക്ക് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഉപ്പേരി അതിൽ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് തന്നെ വിൻകൂട്ടൻ പോവാൻ ഞാൻ പറഞ്ഞു, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. 10:40 ആകുമ്പോഴേക്കൊക്കെ പോകുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ്സിന് പോയി അവിടുന്ന് പരീക്ഷയ്ക്ക് പോവുക കേട്ടോ അവൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ കുക്കറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ഓരോരോ പണികൾ കഴിഞ്ഞാൽ അത്രയും പണികൾ കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് വിൻകൂട്ടൻ പോകാനായിട്ടില്ല കേട്ടോ. വിൻകൂട്ടൻ പോകുമ്പോഴേക്ക് ഇത്രയും പണികളാക്കി കഴിഞ്ഞാൽ അടിച്ചു വാരലും തുടയ്ക്കലാവാൻ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഓരോന്ന് ഇടും. അപ്പോൾ പിന്നെ അവൻ പോയിട്ട് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യാണ്, ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, അവിടെയൊക്കെ സിങ്കൊക്കെ ഒന്ന് കഴുകിയിട്ടു, ഒക്കെ തുടച്ച് ഒക്കെ റെഡിയാക്കിയിട്ടു. അതിനുശേഷം വിൻകൂട്ടൻ പോയ ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഒക്കെ മടക്കി വെച്ചതാണ് കേട്ടോ. മടക്കി വെച്ചത് കൊണ്ടയ്ക്കാൻ മടിയായി. അതുകൊണ്ട് ഇന്ന് രാവിലെ അത് കൊണ്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് സ്ഥാനത്ത് മോഹനേട്ടൻ്റെ മോൻ്റെ ഒരു സ്ഥലത്ത്, എൻ്റെത് വേറെ സ്ഥലത്ത്, ടവല് വേറെ സ്ഥലത്ത്, അങ്ങനെയെല്ലാം അതൊക്കെ എടുത്ത് കൊണ്ടുവച്ച് അതിന് ശേഷം ഒക്കെ ഒന്ന് അടിച്ചു വാരാൻ തുടങ്ങി കേട്ടോ. വിൻകൂട്ടൻ പോയ ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്ത്. അല്ലെ അവൻ എന്തെങ്കിലും ഉണ്ടാവും, ഒരു ബുക്ക് എടുത്ത് അവിടെ വെച്ചു, അല്ലെങ്കിൽ ബുക്ക് എടുത്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ, ചെയ്ത പണി തന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അത് കഴിഞ്ഞ് കണ്ടില്ലേ, പിന്നെ ഹാളിൻ്റെയൊക്കെ കഥ എല്ലാം ഇങ്ങനെ വലിച്ചിട്ടുണ്ടാവും. പിന്നെ ടി വിൻ്റെ റിമോട്ട് ഉണ്ടാവും ഒരു ഭാഗത്ത്, എല്ലാം ഉണ്ടാവും ഓരോ സ്ഥലത്ത്. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവച്ച് ഒക്കെ ഒന്ന് ഒതുക്കി ഇനിയിപ്പോൾ ഇവിടെയും കൂടെ അടിച്ചു വാരാണ് കേട്ടോ. ഇനി അടിച്ചു വാരൽ, തുടയ്ക്കൽ, അലക്കാൻ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് ആറിടും വേണം, അത്രയേ ഉള്ളൂ. ആറിടാന്ന് വെച്ചാൽ തോരയിടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ എന്തായാലും ഈ സോഫേൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തായാലും ദിവസം ഒന്ന് നീക്കി അടിച്ചു വാരണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, പൊടി ഞാൻ നോക്കി മഴയാണ്, അപ്പോൾ പൊടി ഒരു ജാതി കറുത്ത പൊടി കേട്ടോ, അല്ലാണ്ട് വലിയ പൊടിയല്ല, എന്തോ ഒരു ചെറിയ പൊടി. ദിവസം രാവിലെയും വൈകുന്നേരം അടിച്ചു വാരിയാലും എന്തോ ഒരു പൊടി ഉണ്ടാവും കേട്ടോ എപ്പോഴും. പിന്നെ അപ്പോൾ എന്തായാലും ഒരു ദിവസം അടിക്കാണ്ട് നിൽക്കാമെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് ഇനി തുടയ്ക്കുക കേട്ടോ. തുടയ്ക്കുമ്പോൾ ഫോണിൽ അമ്മയാണ് കേട്ടോ, രാവിലെയും വൈകുന്നേരം അമ്മയാണ് കേട്ടോ വിളിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതാരെയാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കേണ്ട, അമ്മയാണ്. അപ്പം അമ്മേനെ ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കാര്യവും നടക്കും. അങ്ങനെ അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചു, എല്ലാ അകങ്കൊലയൊക്കെ അടിച്ചു വാരി തുടച്ചു, തോരയിടാനുള്ളതൊക്കെ തോരയിട്ടു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കുള്ള പിന്നെ ദോശയ്ക്കുള്ള ഇതാണ് കേട്ടോ, കരിമുരു ദോശ. അതായത് എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ധാന്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ള ഒരു ദോശയാണ് വൈകുന്നേരം ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഇനിയിപ്പോൾ ഉച്ചയായ ഊണ് കഴിക്കണം, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ഇതാക്കി വെച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം കഴുകി വെക്കുകയാണ് കേട്ടോ. ഒന്ന് ഇതാക്കി വെച്ചാൽ വെള്ളത്തൊക്കെ ആയിട്ട് പിന്നെ 1-2-3 പ്രാവശ്യം കൂടെ നല്ലോണം 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയിട്ട് പിന്നെ ഞാൻ വീണ്ടും പുതിർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ കണ്ടില്ല, കരടും കാര്യങ്ങളൊക്കെ കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, എനിക്ക് നാരായണീയം ചെല്ലാണ്ട് രാവിലെ ചെല്ലിയിട്ടില്ല, അത് ചെല്ലാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ തീർത്ഥം വന്നിട്ടുണ്ടായിരുന്നു. തീർത്ഥം എന്ന് പറഞ്ഞാൽ വാരി സമാജത്തിൻ്റെ ഒരു മാസിക, അപ്പോൾ അതും വായിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി, കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. രാവിലത്തെ ഒക്കെ അപ്പാട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും പിന്നെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.